നമ്മുടെ അടുത്ത ക്ലാസ് എന്ന് പറയുന്നത് രണ്ടാമത്തെ മൊഡ്യൂളിൻ്റെ രണ്ടാമത്തെ യൂണിറ്റ് ആണ്. ഓക്കെ, സോ ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് രണ്ടാമത്തെ മൊഡ്യൂളാണ്. ഇതിൽ ഓൾറെഡി നമ്മൾ ഈ ഫസ്റ്റ് യൂണിറ്റ് കഴിഞ്ഞു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ രണ്ടാമത്തെ മൊഡ്യൂളിൻ്റെ രണ്ടാമത്തെ യൂണിറ്റ്, വാല്യൂസ് ആൻഡ് മോറൽസ് ഇൻ മാനേജ്മെൻറ്റ്. അപ്പോൾ നമ്മുടെ യൂണിറ്റിൻ്റെ പേരെന്ന് പറയുന്നത് വാല്യൂസ് ആൻഡ് മോറൽസ് ഇൻ മാനേജ്മെൻറ്റ് ആണ്. ഓക്കെ, സോ നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ്, അതായത് ബിസിനസ് എത്തിക്സ് എന്ന ഫസ്റ്റ് യൂണിറ്റ് പഠിപ്പിച്ചപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, ഈ ബിസിനസ് കറക്റ്റായിട്ട് പോകണമെങ്കിൽ, അതായത് എല്ലാ എത്തിക്കൽ സ്റ്റാൻഡേർഡ്സും അനുസരിച്ച് ബിസിനസ് കറക്റ്റായിട്ട് പോകണമെങ്കിൽ ആ ബിസിനസ് നടത്തുന്ന ആളുകൾ വേണം അത് കൃത്യമായിട്ട് എത്തിക്കൽ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്ത് പോകാൻ. കാര്യം ബിസിനസ് എന്ന് പറയുന്നൊരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്. ബിസിനസ് എങ്ങനെ ആയിരിക്കും, അല്ലെങ്കിൽ ബിസിനസ് ഒരു തെറ്റ് ചെയ്തു, ബിസിനസ് കറക്റ്റായിട്ട് പോകുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞാൽ ബിസിനസ് നടത്തുന്നത് ആരാണോ അവരാണ് ശരിയായിട്ട് കൊണ്ടുപോകേണ്ടത്. ഓക്കെ, അല്ലാതെ ബിസിനസ് നാച്ചുറൽ പേഴ്സൺ അല്ലടോ, ബിസിനസ് ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആയിട്ടല്ലേ കണക്കാക്കുന്നത്. അപ്പോൾ ബിസിനസ് കറക്റ്റായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ ബിസിനസ്സിൻ്റെ നടത്തിപ്പുകാർ, അതായത് മാനേജ്മെൻറ്റ്, ബിസിനസ് മെയിനായിട്ട് നടത്തുന്നത് ഈ ടോപ്പ് മാനേജ്മെൻ്റ് ആണ്, ബിസിനസ്സിൻ്റെ നടത്തിപ്പുകാരെന്ന് വിചാരിച്ചോ. ഓക്കെ, അപ്പോൾ ബിസിനസ്സിലെ കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് പോകണമെങ്കിൽ ഈ പറയുന്ന മാനേജ്മെൻറ്റ് തലത്തിൽ കറക്റ്റായിട്ട് വാല്യൂസും മോറൽസും ഉള്ളവരിയ്ക്കണം. ഒരിക്കലും ഒരു മോശം വ്യക്തിക്ക് ഒരു നല്ലപോലെ ബിസിനസ് നടത്തുക എന്ന് പറയുമ്പോൾ അയാളുടെ എത്തിക്കൽ സ്റ്റാൻഡേർഡ്, പുള്ളിയുടെ മോശമെന്ന് ഉദ്ദേശിച്ചപ്പോൾ പുള്ളി ഇപ്പോൾ സിഗരറ്റ് വലിക്കുമെന്ന് വിചാരിക്കാം. ഓക്കെ, സ്മോക്കിംഗ് ഹാബിറ്റ് ഉണ്ട്, അതൊരു മോശം ഹാബിറ്റാണല്ലോ. ഈ സ്മോക്കിംഗ് ഹാബിറ്റ് ഉള്ള ആൾക്ക് നല്ലപോലെ ബിസിനസ് നടത്താൻ പറ്റില്ല എന്നല്ല നമ്മൾ പറയുന്നത്. എത്തിക്സ് എന്ന് പറയുന്നത് ഈ ദുശീലങ്ങളൊന്നുമല്ല. നാട്ടുകാരെ പറ്റിക്കാൻ താല്പര്യമില്ല, സത്യസന്ധമായിട്ടേ ഞാൻ ബിസിനസ് ചെയ്യൂ, ഞാൻ ഒരിക്കലും കള്ളം പറയില്ല എന്നൊക്കെയുള്ള ആൾക്കാർ മാത്രമേ നല്ലപോലെ ബിസിനസ്സിലും പെർഫോം ചെയ്യൂ. അല്ലാതെ മോശം സ്വഭാവം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഇപ്പോൾ ഡ്രിങ്ക്സ് കഴിക്കുന്ന, ഇപ്പോൾ ആൽക്കഹോൾ കൺസംഷൻ ഉള്ള ആളാണെന്ന് വിചാരിക്കുക. ഈ ആൽക്കഹോൾ കൺസംഷൻ ഉള്ള ആൾ ബിസിനസ് നല്ലപോലെ നടത്തില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഇതല്ല എത്തിക്സ്. ഈ ദുശീലങ്ങളെ അല്ല നമ്മൾ എത്തിക്സ് എന്ന് പറയുന്നത്. എത്തിക്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ഡൂസ് ആൻഡ് ഡോൺസ് എന്ന് പറയുമ്പോൾ വാട്ട് ഈസ് റൈറ്റ് ആൻഡ് വാട്ട് ഈസ് റോങ്, ഒരു പർട്ടിക്കുലർ കോണ്ടെക്സ്റ്റിൽ സൊസൈറ്റിക്ക് എതിരായിട്ട് നിൽക്കരുത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ സെക്കൻഡ് യൂണിറ്റിൽ പറയുന്നത് മാനേജ്മെൻറ്റിന്, ഈ ബിസിനസ് നടത്തുന്നവർക്ക് കൃത്യമായിട്ടുള്ള മോറൽ വാല്യൂസും മൊറൽസും ഉണ്ടായിരിക്കണം. അപ്പോൾ എന്താണ് ഈ വാല്യൂസ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി നമ്മൾ പഠിപ്പിച്ചതാണ്. കുറേ നല്ല സ്വഭാവങ്ങളാണ്, ഓണസ്റ്റി പോലത്തെ. ഓക്കെ, അപ്പോൾ അങ്ങനെ ഓണസ്റ്റി പോലത്തെ നല്ല ഹ്യൂമൻ ബിഹേവിയർ ഉള്ള ടോപ്പ് മാനേജ്മെൻറ്റ് ആയിരിക്കണമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ മോറൽസും, ധാർമ്മികത എന്ന് പറയും, അതായത് വാട്ട് ഈസ് റൈറ്റ് ആൻഡ് വാട്ട് ഈസ് റോങ് എന്ന് തിരിച്ചറിയാനുള്ള കഴിവുണ്ടാവണം. അവരതനുസരിച്ച് വേണം, ആ ഒരു കഴിവിനനുസരിച്ച് വേണം ആ ഒരു ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ. ഇപ്പോൾ ഒരു മാനേജറെ സംബന്ധിച്ച് യാതൊരു തരത്തിലുള്ള ഫാൾസിഫിക്കേഷനും കാണിക്കത്തില്ല. ബിസിനസ്സിൻ്റെ ഉടമസ്ഥന്മാർ ബിസിനസ്സിൽ റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ യാതൊരു തെറ്റും കാണിക്കേണ്ട, ആ രീതിയിൽ കറക്റ്റായിട്ട് ചെയ്തു പോകുന്നത് ഒരു ഗുഡ് മൊറയിലാണ്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന പോസിറ്റീവ് വാല്യൂസും നല്ല മൊറൽസും ആർക്കുണ്ടാവണം? മാനേജ്മെൻറ്റിനുണ്ടാവണം. എങ്കിൽ മാത്രമേ ബിസിനസ് മര്യാദയ്ക്ക് പോകൂ. അല്ലാതെ ബിസിനസ്സിൻ്റെ തലപ്പത്തിരിക്കുന്നവരെല്ലാം കുഴപ്പക്കാരായിട്ട് ബിസിനസ് ഒരിക്കലും നന്നായിട്ട് മുന്നോട്ട് പോവില്ല. അപ്പോൾ നമ്മുടെ സെക്കൻഡ് യൂണിറ്റ് ഫോക്കസ് ചെയ്യുന്ന അങ്ങനെയാണ്, മാനേജ്മെൻറ്റ് കറക്റ്റ് ആയിരിക്കണം. അപ്പോൾ മാനേജ്മെൻറ്റിന് കറക്റ്റായിട്ട് വാല്യൂസും മോറൽസും കീപ്പ് ചെയ്യുന്നവരായിരിക്കണം, ഇതാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി വാല്യൂസ്, അതായത് വാല്യൂസ് ഇൻ മാനേജ്മെൻറ്റിലെ ഫീച്ചേഴ്സാണ്. ഒരു ടോപ്പ് മാനേജ്മെൻറ്റിന് കൃത്യമായിട്ട് പോസിറ്റീവ് വാല്യൂസ് ഉണ്ട് എന്ന് പറയാൻ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ്? ഫസ്റ്റ് വൺ, അത് അവരുടെ കോർ ബിലീഫ് ആയിരിക്കണം. ഇപ്പോൾ ചിലർക്ക് ചില ഫിലോസഫി ഉണ്ട്, എന്ത് വന്നാലും ഞാൻ കള്ളം പറയില്ല, എന്ത് വന്നാലും ഞാൻ ന്യായത്തിനോടൊപ്പമേ നിൽക്കൂ. അതൊരു കോർ ബിലീഫാണ്, അവർക്ക് ജന്മനാ കിട്ടുന്ന, അവർക്ക് ഡീപ്ലി റൂട്ടഡ് ബിലീഫാണ്. ചില ആളുകൾ ഒരിക്കലും അത് മാറ്റിയെടുക്കത്തില്ല. എന്ത് സംഭവിച്ചാലും ശരി തന്നെ ഞാൻ കൈക്കൂലി കൊടുക്കില്ല, എന്ത് വന്നാലും ശരി തന്നെ ഞാൻ കള്ളം പറയില്ല, എന്ത് വന്നാലും ഞാൻ പ്രൊഡക്ഷനിൽ മായം ചേർക്കില്ല എന്നതൊക്കെ അവരുടെ ഒരു വിശ്വാസമാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല. അതാണ് വാല്യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അതൊരു ഗൈഡിങ് പ്രിൻസിപ്പിളായിട്ട് മാറും. ഇപ്പോൾ ഈ പറയുന്ന പോസിറ്റീവ് വാല്യൂസൊക്കെ ഉള്ളവരെ സംബന്ധിച്ച് അവരെന്ത് ഡിസിഷൻ എടുക്കുമ്പോഴും, അവർ ജീവിതത്തിലാണെങ്കിലും ബിസിനസ്സിലാണെങ്കിലും എന്ത് ഡിസിഷൻ എടുക്കുമ്പോഴും അവർ ഈ പറയുന്ന വാല്യൂസ് കൺസിഡർ ചെയ്യും. അപ്പോൾ അത് അവരുടെ ഗൈഡിങ് പ്രിൻസിപ്പിളായിട്ട് മാറും. ഞാൻ ഒരു കാരണവശാലും തെറ്റായിട്ടൊന്നും ചെയ്യില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്ന ഡിസിഷൻസ് എല്ലാം ശരിയായിരിക്കണം എന്നൊരു വാശി നമുക്കുണ്ടാവും. ഓക്കെ, ദെൻ ഇൻഫ്ലുവൻസ് കൾച്ചർ. ഈ ബിസിനസ്സിൻ്റെ തലപ്പത്തിരിക്കുന്നവർ ഒരു പോസിറ്റീവ് വാല്യൂ ഉള്ള ആൾക്കാരാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അവരുടെ വർക്ക് പ്ലേസ് കൾച്ചർ നല്ല പോസിറ്റീവായിരിക്കും. മറിച്ച് ഈ ബിസിനസ്സിൻ്റെ ടോപ്പിലിരിക്കുന്നവർ, ബിസിനസ്സിൻ്റെ മുതലാളിമാരായിട്ടിരിക്കുന്നവർ നല്ല തട്ടിപ്പും വെട്ടിപ്പും നടത്തുന്നവരാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി എംപ്ലോയീസിൻ്റെ ബിഹേവിയറും അങ്ങനെയൊക്കെ മാറും. അപ്പം ടോപ്പ് മാനേജ്മെൻറ്റ് ഇരിക്കുന്നവരുടെ ഈ പോസിറ്റീവ് വാല്യൂസ് ഇൻഫ്ലുവൻസ് സംഭവിക്കും.
വർക്ക് പ്ലേസിൽ നല്ലൊരു കൾച്ചർ ഉണ്ടാക്കും. ദെൻ റിഫ്ലക്ഷൻ, ഓട്ടോമാറ്റിക്കലി അത് ഓർഗനൈസേഷൻ്റെ ഗോൾസിനെ റിഫ്ലക്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ്. ഇനി ഈ എക്സാമ്പിൾ നോക്കിയേ. ഇതാ ഇവിടെ എ കമ്പനി വിത്ത് എ വാല്യൂ ഓഫ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ലൈക്ലി ടു ഹാവ് എ കൾച്ചർ ദാറ്റ് പ്രയോറിറ്റൈസ് കസ്റ്റമർ നീഡ്സ് അബവ് പ്രോഫിറ്റ് മാർജിൻ. ഇതൊന്ന് എഴുതിയെടുത്തോ. ഇവിടെ ഇവർ വാല്യൂ ചെയ്യുന്നത്, അതായത് ഈ ബിസിനസ് വാല്യൂ ചെയ്യുന്നത് പ്രോഫിറ്റിനേക്കാളും കസ്റ്റമേഴ്സ് സാറ്റിസ്ഫൈഡ് ആയിരിക്കണം. ഇപ്പോൾ ചില ഹോട്ടലൊക്കെ നടന്ന പഴയ ആൾക്കാർ ഈ ലാഭത്തിന് വേണ്ടി അല്ലാതെ ആൾക്കാർക്ക് നല്ല ഫുഡ് കൊടുക്കണം എന്നതാണ് അവരുടെ വാല്യൂ എങ്കിൽ ആ ഹോട്ടലുകളൊക്കെ ഇപ്പോഴും നല്ല പേരായിരിക്കും. ഇപ്പോൾ നമ്മുടെയൊക്കെ നാട്ടിലെ പല ഹോട്ടൽസിനെ പറ്റി പറയാറുണ്ട്. അവരുടെ പ്രൈം മോട്ടീവ് എന്ന് പറയുന്നത് നല്ല രുചിയുള്ള ആഹാരം ആൾക്കാർക്ക് കൊടുക്കണം, ആ ഇമേജ് കീപ്പ് ചെയ്യണം. അതൊരിക്കലും ഒരു വിട്ടുവീഴ്ച, ദാറ്റ് ഈസ് ദെയർ കോർ ബിലീഫ്. എൻ്റെ ഫുഡ് ടേസ്റ്റി ഉള്ളതായിരിക്കണം, പ്രോഫിറ്റൊക്കെ പിന്നെ മതി, ഒരാൾ പോലും ഇവിടുന്ന് ആഹാരം കഴിച്ചിട്ട് കുറ്റം പറയരുത്. അതാണ് അവരുടെ കോർ ബിലീഫ്. അപ്പോൾ ആ കമ്പനി അങ്ങനെ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആയിട്ട് പ്രധാനപ്പെട്ട വാല്യൂ എങ്കിൽ അവർ തീർച്ചയായിട്ടും പ്രോഫിറ്റിന് മുകളിൽ തന്നെ ആൾക്കാർക്ക് എങ്ങനെയും നല്ല ഫുഡ് കൊടുക്കാൻ നോക്കും. ഇതാണ് പ്രധാനമായിട്ടും വാല്യൂസിൻ്റെ ഫീച്ചേഴ്സ്. ഓക്കെ, ഇനി മോറൽസിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ എത്തിക്കൽ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്നത് മോറൽസ് വഴിയാണ്. നമുക്ക് നല്ല മോറൽ ഉണ്ടെങ്കിൽ നമുക്ക് ശരിയും തെറ്റും തിരിച്ചുള്ള കഴിവുണ്ട്, നമ്മൾ ശരി മാത്രമേ ചെയ്യൂ. ദെൻ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ സൊസൈറ്റിക്ക് ബെനിഫിറ്റ് ആവുന്ന രീതിയിലായിരിക്കും നമ്മളെല്ലാം പെരുമാറുന്നത്. ട്രസ്റ്റ് വർത്തിനെസ്, അതായത് ഒരു ബിസിനസ്സിനോട് ആൾക്കാർക്ക് ശരിക്കും വിശ്വാസം ഉണ്ടാവും, ട്രസ്റ്റ് ബിൽഡ് ചെയ്യും. കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ, എന്ത് തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിലും അതായത് ബിസിനസ്സിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ഹൈ മൊറൽ കീപ്പ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അത് പെട്ടെന്ന് പരിഹരിച്ച് പോകാൻ പറ്റും. ഇപ്പോൾ വളരെ പോസിറ്റീവായിട്ട്, എക്സ്ട്രീംലി പോസിറ്റീവായിട്ട് എംപ്ലോയീസിനോട് പെരുമാറുന്ന, എംപ്ലോയീസിന് കൃത്യമായിട്ട് വേജസ് കൊടുക്കുന്ന, എംപ്ലോയീസിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കുന്ന ഒരു പ്രശ്നം ഉണ്ടാകുന്നില്ല. ഓക്കെ, ആ ഓണറെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു സ്ട്രൈക്കോ അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ എംപ്ലോയീസിനോട് പെട്ടെന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും. കാര്യം ഹൈ മൊറയിലാണ് ഈ പറയുന്ന മുതലാളി എംപ്ലോയീസിനോട് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ കോൺഫ്ലിക്ട്സ് ഒക്കെ വളരെ പെട്ടെന്ന് തന്നെ സോൾവ് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷെ മറിച്ച് ഈ പറയുന്ന ഓണർ എംപ്ലോയീസിനോട് ഭയങ്കര മോശമായിട്ടാണ് പെരുമാറുന്നതെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ ഇഷ്യൂ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ എംപ്ലോയീസ് മൊത്തം കൊണ്ട് തിരിയും. ആ സമയത്ത് അത് സോൾവ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഹൈ മൊറയിലുണ്ടെങ്കിൽ ബിസിനസ്സിലുണ്ടാകുന്ന തർക്കങ്ങൾ പോലും പെട്ടെന്ന് പരിഹരിക്കാൻ പറ്റും. ഓക്കെ, ദെൻ വാല്യൂസിൻ്റെ സ്കോപ്പ്, ഏതൊക്കെ രീതിയിലാണ്, എവിടെയൊക്കെയാണ് ഈ വാല്യൂസ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്? അത് എംപ്ലോയി ബിഹേവിയറിനെ ബാധിക്കും, ഡിസിഷൻ മേക്കിങ്ങിന് സഹായിക്കും, സ്റ്റേക്ക് ഹോൾഡർ റിലേഷൻഷിപ്പ് കൂട്ടാൻ സഹായിക്കും, കൾച്ചറൽ ഇൻഫ്ലുവൻസ്. നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ ഒരു ഹൈ വാല്യൂ ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി നമുക്ക് നല്ലപോലെ എംപ്ലോയി ബിഹേവിയറിനെ ബാധിക്കും, എംപ്ലോയീസ് നല്ലപോലെ കസ്റ്റമേഴ്സിനെ ട്രീറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഒരു എംപ്ലോയി കസ്റ്റമർ റിലേഷൻഷിപ്പൊക്കെ ഈസി ആയിരിക്കും. ഡിസിഷൻ മേക്കിങ്ങിനെ സഹായിക്കും, എല്ലാവരുമായിട്ടും ബിസിനസ്സിന് മറ്റുള്ള എല്ലാവരുമായിട്ടും സപ്ലയർ, ഇൻവെസ്റ്റർ, കസ്റ്റമർ എല്ലാവരുമായിട്ടും നല്ല റിലേഷൻ ഉണ്ടാവും, ഓട്ടോമാറ്റിക്കലി നല്ലൊരു വർക്ക് കൾച്ചർ ഉണ്ടാകും. ഇനി മോറൽസിനെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ എത്തിക്കൽ ഡിസിഷൻ മേക്കിങ്ങിനെ സഹായിക്കും, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, നേരത്തെ പറഞ്ഞ കോൺഫ്ലിക്റ്റ് മാനേജ്മെൻറ്റ്, റിസോൾവിങ് ഡിസ്പ്യൂട്ട്സ് ഇൻ എ പീസ്ഫുൾ എന്നാണ് ഈ വേർഡ് എന്ന് പറയുമ്പോൾ. കാര്യം ഞാൻ ഓൾറെഡി നമ്മുടെ ഈ PDF ആണ് നിങ്ങൾക്ക് ഷെയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പീസ്ഫുൾ എന്നാക്കണേ, ഇത് പീസ്ഫുൾ എന്നാണ്. റിസോൾവിങ് ഡിസ്പ്യൂട്ട്സ് ഇൻ എ പീസ്ഫുൾ ആൻഡ് എത്തിക്കൽ മാനർ. ദെൻ ട്രാൻസ്പെറൻസി, ഇത്രയും കാര്യങ്ങൾ, അതായത് സുതാര്യത എന്ന് പറയുമ്പോൾ ഹൈ മൊറയിൽ കീപ്പ് ചെയ്യുന്ന ആൾക്ക് ഒന്നും മറച്ചു വെക്കേണ്ട കാര്യമില്ല. നമ്മൾ ശരി മാത്രമേ ചെയ്യുന്നുള്ളെങ്കിൽ കംപ്ലീറ്റ്ലി നമുക്ക് ഓപ്പണായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. യാതൊരു തരത്തിലുള്ള മറവിൻ്റെ ആവശ്യമില്ല. ഇൻകം ടാക്സ് റെയ്ഡ് വന്നാലും വിജിലൻസ് റെയ്ഡ് വന്നാലും നമുക്ക് ഓക്കെയാണ്. കാര്യം നമ്മൾ ഹൈ മൊറയിൽ കീപ്പ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്രയും കാര്യങ്ങളിൽ ഹൈ മൊറയിൽ നമ്മളെ സഹായിക്കും. ഓക്കെ, ദെൻ ഒബ്ജക്റ്റീവ്സ്, നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത്. ഒരു പോസിറ്റീവ് വാല്യൂ ഉണ്ടെങ്കിൽ നല്ലൊരു കോർപ്പറേറ്റ് കൾച്ചർ ബിൽഡ് ചെയ്യാൻ പറ്റും, ഓർഗനൈസേഷൻ റെപ്യൂട്ടേഷൻ കൂട്ടാം, കൺസിസ്റ്റൻസി കൂട്ടാൻ പറ്റും, എംപ്ലോയി എൻഗേജ്മെൻറ്റിനകത്ത്, അതായത് എംപ്ലോയി എൻഗേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ എംപ്ലോയീസിന് നമ്മളോട് ഭയങ്കര, നമ്മളെന്ന് മുതലാളിമാരോട് എംപ്ലോയീസിന് നല്ലപോലെ മോട്ടിവേറ്റഡ് ആവും, അവർ തീർച്ചയായിട്ടും നല്ലതുപോലെ വർക്ക് ചെയ്തിരിക്കും. ഇനി മോറൽസ് നേരത്തെ ഇതെല്ലാം റിപ്പീറ്റ് തന്നെയാണോ? പ്രൊമോട്ട് എത്തിക്കൽ ബിഹേവിയർ, മെയിൻറ്റെയിൻ ട്രസ്റ്റ്, അവോയ്ഡ് എക്സ്പ്ലോയിറ്റേഷൻ, എൻകറേജ് സോഷ്യൽ വെൽഫെയർ. അപ്പോൾ ഹൈ മൊറയിലുണ്ടെങ്കിൽ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി ഓവറോൾ ഇമ്പോർട്ടൻസ്, അതായത് മോറൽസ് ആണെങ്കിലും വാല്യൂസ് ആണെങ്കിലും എന്താണ് പ്രധാനപ്പെട്ട ഗുണങ്ങൾ? ഈ പറഞ്ഞ എല്ലാ കാര്യവും എഴുതാം. ഇൻ അഡീഷൻ നമുക്ക് എത്തിക്കൽ ബിസിനസ് പ്രാക്ടീസ് കീപ്പ് ചെയ്യാൻ പറ്റും, എംപ്ലോയി മോട്ടിവേഷൻ ഉറപ്പിക്കാം, കസ്റ്റമർ ട്രസ്റ്റ് ഉണ്ടാവും, ദെൻ സസ്റ്റെയിൻഡ് സക്സസ്. യഥാർത്ഥത്തിൽ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഞാൻ പറഞ്ഞ് ശ്രദ്ധിച്ച് കേട്ടോ, ഇപ്പോൾ ഒരു ബിസിനസ് സ്ഥാപനത്തിനെ സംബന്ധിച്ച് അത്യാവശ്യം തട്ടിപ്പും വെട്ടിപ്പൊക്കെ, ഫോൾസിഫിക്കേഷനൊക്കെ നടത്തി, ഫ്രോഡ് പരിപാടിയൊക്കെ നടത്തി കഴിഞ്ഞാൽ ഷോർട്ട് റണ്ണിൽ പ്രോഫിറ്റ് കിട്ടും.
പക്ഷേ ഉടനെ തന്നെ അത് പിടിക്കപ്പെട്ടവർക്ക് ലോങ് റൺ സക്സസ് ഉണ്ടാവില്ല. പക്ഷേ നിങ്ങൾ നോക്കിയാൽ മതി, വർഷങ്ങളായിട്ട് 10 50 അങ്ങനെ വർഷങ്ങളായിട്ട് ബിസിനസ് നല്ല നിലയ്ക്ക് നടക്കുന്ന എല്ലാ ബിസിനസ്സും ഹൈ മൊറയിൽ കീപ്പ് ചെയ്യുന്നവരായിരിക്കും. അവരുടെ സൈഡിൽ നിന്ന് വലിയ മിസ്റ്റേക്ക് വരില്ല. സോ അവർക്ക് ഗ്രാജ്വലി മാത്രമേ പ്രോഫിറ്റ് കിട്ടൂ. അതായത് പെട്ടെന്ന് ലാഭം ഉണ്ടാക്കണം എന്ന ചിന്തയിൽ നിന്നാണ് ഈ പഴകിയ എണ്ണ. ഞാൻ എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ഒരു റെസ്റ്റോറൻറ്റുകാർ എന്തുകൊണ്ടാണ് പഴകിയ ഫുഡും കൊടുത്ത് പഴകിയ എണ്ണയിൽ ഫുഡ് കുക്ക് ചെയ്യുന്നത്? പുള്ളിക്ക് പെട്ടെന്ന് ലാഭം ഉണ്ടാക്കണം, ആ ഒരാഴ്ചത്തെ പ്രോഫിറ്റ് സൂപ്പറായിരിക്കണം. പക്ഷേ ഇതെല്ലാം കൃത്യമായിട്ട് നല്ല വൃത്തിയായിട്ട് ഒരു പരാതിയില്ലാതെ മുന്നോട്ട് പോയാൽ ഷോർട്ട് ടേമിൽ ചിലപ്പോൾ ലോസ് വരും. അതാ പറഞ്ഞത്, ഇത് കുറച്ച് കോസ്റ്റ്ലി പരിപാടിയാണ്. പക്ഷേ ലോങ് ടേമിൽ അവിടേക്ക് ഇഷ്ടംപോലെ ആളുകൾ വന്നുകൊണ്ടിരിക്കും. അതാണ് നമ്മുടെയൊക്കെ നാട്ടിൽ പല റെസ്റ്റോറൻറ്റുകളും, എത്രയോ പുതിയ റെസ്റ്റോറൻറ്റ് വന്നാലും ചില പഴയ റെസ്റ്റോറൻറ്റുകൾ ഇപ്പോഴും ഡിമാൻഡ് കീപ്പ് ചെയ്യുന്നുണ്ട്. കാര്യം അവർ വർഷങ്ങളായിട്ട് ഈ എത്തിക്കൽ സ്റ്റാൻഡേർഡും വാല്യൂസും മൊറൽസും കീപ്പ് ചെയ്യുന്നവരാണ്. പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഏറ്റവും പ്രധാന കാര്യം ഇതാണ്. പതുക്കെ സസ്റ്റെയിൻഡ് സക്സസ് ആണ്. ലോങ് ടേമിൽ പതുക്കെ സക്സസ് വന്നുകൊണ്ടേയിരിക്കും. ഷോർട്ട് ടേം സക്സസ് അല്ല നോക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ എത്തിക്സും വാല്യൂസും മൊറൽസും ഒക്കെ കീപ്പ് ചെയ്താൽ നമുക്ക് പെട്ടെന്നൊരു ഗുണം കിട്ടുമെന്ന് നമുക്കറിയത്തില്ല. പക്ഷേ ലോങ് ടേമിൽ നമുക്ക് സക്സസ് തന്നെ ആയിരിക്കും. അപ്പോൾ ഇൻ ഷോർട്ട്, ആദ്യത്തെ 2 യൂണിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ബിസിനസ്സിൻ്റെ എത്തിക്സിനെ പറ്റിയും അത് നടത്തിക്കൊണ്ട് പോകുന്ന മാനേജ്മെൻറ്റിനുണ്ടായിരിക്കേണ്ടുന്ന വാല്യൂസ് ആൻഡ് മോറൽസിനെ പറ്റിയുമാണ് ആദ്യത്തെ 2 യൂണിറ്റ്. ഓക്കെ, ഇതൊക്കെ ശരിക്കും ഇൻ്റർ കണക്റ്റഡ് ആണ്. ചുമ്മാ വെറുതെ ഒരു ലക്കിൽ ലഗാനില്ലാതെ സിലബസ് ഇട്ട് വെച്ചിരിക്കുന്നതല്ല. ഈ മൊഡ്യൂൾ വൈസും കണക്ഷൻ ഉണ്ട്, യൂണിറ്റ് വൈസും കണക്ഷൻ ഉണ്ട്. ഓക്കെ.